കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഒരു ഓംലെറ്റ് ആണ്. ഓംലെറ്റ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് പോലെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്, കുട്ടികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾസ് ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉള്ളി, സവാള എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ ക്യാരറ്റ്, ഇച്ചിരി പച്ചമുളകുണ്ട്, പിന്നെ അതേപോലെ ടൊമാറ്റോ ഉണ്ട്. ഇത്രയുമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഉള്ളതാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം അതല്ലാതെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ മഷ്റൂം ഉണ്ടെങ്കിൽ ചേർക്കാം, പനീർ ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെ ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് അതിൻ്റെ മേളിലൊന്ന് നമ്മുടെ ഈ പിസ്സയുടെ ഒക്കെ മേളിൽ വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ചീസ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബട്ടർ വേണം അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ടീസ്പൂൺ പാല്. നമ്മുടെ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്തിട്ടാണല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ പാലൂടെ ആഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പിന്നെ പെപ്പറും സോൾട്ടും. അത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ഇതിപ്പോൾ 1/2 സ്പൂൺ ബട്ടറേ ഉള്ളൂ. കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ ഹെൽത്തി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കുറച്ച് ബട്ടറേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടുന്ന പോലെ ഒന്ന് ആക്കി എടുത്താൽ മതി. ഒരുപാട് വഴറ്റുമൊന്നും വേണ്ട. ഇനി ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പുനീര് ചേർത്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അളവ് പറയുകയാണ്. ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തു, പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു സവാളയുമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാം ചെറുതാണ്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ പകുതി വീതം മതിയാവും. പകുതിയല്ല, 3/4. വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് 2 ടീസ്പൂൺ പാലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർക്കുന്നതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ അതേപോലെ പച്ചമുളകും ഓപ്ഷണലാണ്. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ 1/2 സ്പൂൺ ബട്ടറൂടെ ആഡ് ചെയ്തിട്ട് ഓംലെറ്റ് റെഡിയാക്കാം. ഇത് ഓംലെറ്റ് ഏകദേശം 3/4 ഭാഗം വേവാകുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ നമുക്ക് പെട്ടെന്നാകും വെന്ത് കിട്ടും. അല്ലെങ്കിൽ ചെറിയ തീയിൽ വേവിച്ചെടുത്താലും മതി. പക്ഷേ ഏകദേശം ഒരു 3/4 ഭാഗമായി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമുക്കൊരു പകുതി പോർഷനിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കുറച്ച് ചീസും കൂടെ നമ്മൾ മേളിൽ ആഡ് ചെയ്യുവാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീസൊക്കെ ചേർത്ത് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി പ്രായമുള്ളവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ചേർക്കണ്ട.